ഡോക്ടർ അഫീഫി സാർ പറഞ്ഞതുപോലെ ഖൈറുള്ളയാണ് കേരളം. ഈ കേരളത്തിൻ്റെ പൈതൃകം നാം മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമയപരമായി ഞാൻ വളരെ ചുരുക്കും ഇൻഷാ അല്ലാഹ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മതിലകത്തിനടുത്തുള്ള പുതിയകാവ്. അങ്ങനെയല്ല സാർ? ഈ പുതിയകാവ് എന്ന് പറയുന്ന പ്രദേശത്ത് മദനൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഖദീജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചു കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ആരോരുമില്ലാത്ത രൂപത്തിൽ വന്നെത്തിയ ഈ പെൺകുട്ടിയെ അദ്ദേഹം ഏറ്റെടുത്തു. പിന്നെ ചിന്തിച്ചേക്കണം, മുസ്ലിമായി വളർത്തി. മുസ്ലിമായി വളർത്തിയ ആ കുട്ടി പ്രായമെത്തിയപ്പോൾ എല്ലാ ചെലവുകളും മദനൻ എന്ന സഹോദരൻ മാന്യവ്യക്തി വഹിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം മതാചാര പ്രകാരം ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രചരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള കേരളമാണോ? ഇന്ത്യ പോലും അങ്ങനെയല്ല ആദ്യകാലങ്ങളിൽ. ഇന്ന് ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ ലവ് ജിഹാദുകൾ ആരോപിക്കപ്പെടുന്ന, കേരള സ്റ്റോറികൾ ഇടക്കപ്പെടുന്ന ഒരു സമൂഹ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചൊന്ന് പരാമർശിച്ചത്. അപ്പോൾ നിങ്ങൾ പറയും, അത് ഒരു അമുസ്ലിം സഹോദരനല്ലേ? എന്നാൽ ഞാനൊരു മുസ്ലിം സഹോദരനെ പരിചയപ്പെടുത്താം. കാഞ്ഞങ്ങാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ഭാര്യയുടെ പേര് ഖദീജ എന്നുമാണ്. എന്താ അദ്ദേഹം ചെയ്തത്? തഞ്ചാവൂരിൽ നിന്ന് രാജേശ്വരി എന്ന് പറയുന്ന കുട്ടി 7 or 8 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിപ്പെട്ടു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആ കുട്ടിയെ കൈയൊഴിയുകയല്ല അബ്ദുള്ള ചെയ്തത്, ഖദീജയും ചെയ്തത്. ആ കുട്ടിയെ വളർത്തിയപ്പോൾ ഈ കുടുംബത്തിൽ വേറെ 3 മക്കളുണ്ട്, ഷമീം, നജീബ്, ഷെറീൻ. ഈ കുട്ടികളെ പോലെ ആ കൊച്ചിനെയും അബ്ദുള്ളയും ഖദീജയും വളർത്തി. എങ്ങനെയാണ് വളർത്തിയത്? മതം മാറ്റിയിട്ടല്ല, ഹിന്ദുവായ കുട്ടിയെ വളർത്തി. എന്നിട്ട് രാജേശ്വരി എന്ന കുട്ടിക്ക് 22 വയസ്സായപ്പോൾ മേൽപ്പറമ്പ് ജാമിയ സൈദിയയുടെ അടുത്തൊരു പ്രദേശമാണ്, അവിടെയുള്ള വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരനെ വിവാഹം ചെയ്തു കൊടുത്തു. എങ്ങനെയാണ് വിവാഹം ചെയ്തത്? മാഞ്ഞോട്ട് അമ്പലത്തിൽ പോയി ഹൈന്ദവ മത ആചാരപ്രകാരം ആ കുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതാണ് കേരളം.